നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ ശൈലജയെ അധിക്ഷേപിച്ച KS ഹരിഹരനെതിരെ പൊട്ടിത്തെറിച്ച ആര്യ നെടുനീളത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ഇട്ട പോസ്റ്റ് മൂട്ടിൽ തന്നെയാണ് വന്ന് വീണ് പൊട്ടിയിരിക്കുന്നത്. വടകരയിൽ UDF നടത്തിയ ഹീനമായ സ്ത്രീ വിരുദ്ധ പ്രചാരങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് UDF RMPI നേതാവ് ഹരിഹരൻ നടത്തിയത്. ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. തുടങ്ങി കത്തിക്കയറി വന്ന മേയർ അമ്മയുടെ ഫ്യൂസ് ഊരി വിട്ടു മലയാളി. മേയറിട്ട പോസ്റ്റിന് താഴെ മലയാളികൾ ഒന്നാം തരം പണി കൊടുത്തു. KS ഹരിഹരൻ മഞ്ജു വാര്യരെയും ശൈലജ ടീച്ചറിനെയും അധിക്ഷേപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പറഞ്ഞ് കരയാൻ DYFIക്ക് എന്താണ് യോഗ്യത? ഇതൊക്കെ പറയാൻ പറ്റിയ ടീമുകൾ തന്നെ. ഏത് സ്ത്രീകളുടെ മാനം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴാണ് ഈ DYFI പ്രതികരിച്ചിട്ടുള്ളത്? ഇതേ DYFIയിലെ യുവതികളെ പാർട്ടിയിലെ നെറികെട്ടവന്മാർ കയറിപ്പിടിച്ചപ്പോൾ, പാർട്ടി ആപ്പീസിലിട്ട് പീഡിപ്പിച്ചപ്പോൾ എന്ത് നടപടിയെടുത്തു? ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ലെന്ന് പറയിച്ചവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്ന് മോങ്ങുന്നത്. തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുമെടി എന്ന് സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ SFI സംസ്ഥാന സെക്രട്ടറിയാക്കി വാഴിച്ചപ്പോൾ ആര്യയുടെ വായിൽ ബണ്ണായിരുന്നു. വിജയരാഘവൻ രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചപ്പോൾ മേയറമ്മ ഉറക്കത്തിലായിരുന്നു. നിങ്ങളുടെ തലമുതിർന്ന നേതാവ് MM മണി സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ? എന്റെ MM മണിയോട് പോക്കൃത്തരം പറയരുതെന്ന് പറഞ്ഞില്ല. CPI നേതാവ് ആനി രാജയോട് മണി പറഞ്ഞത് ഒരുത്തിയുണ്ട്, അവരങ്ങ് ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുകയാണെന്നാണ്. മണിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എന്തുകൊണ്ട് ആര്യ അന്ന് വാദിച്ചില്ല? അവിടെ പ്രതികരിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരുന്ന് ഗീർവാണം അടിക്കരുത്. സഖാക്കൾ ആരെയും അധിക്ഷേപിക്കും, സ്ത്രീ വിരുദ്ധത പറയും, കയറി പിടിക്കും, വേണമെങ്കിൽ പീഡിപ്പിക്കും. അപ്പോഴൊക്കെ സഖാത്തികൾ കൂട്ടുനിന്നു കൊടുക്കും. ആര്യയ്ക്ക് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട്. ഉപദേശിക്കാൻ എല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ DYFI. അതാണൊരാശ്വാസം. P ശശിയെ എടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിന് വേണ്ടി മോങ്ങണം. പവിത്രതയുടെയും സഖാത്തികളുടെയും തങ്കക്കുടമായ മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും, അല്ലേ സഖാത്തി? ഹരിഹരനല്ല, ഏത് ഹരിചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാലും പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല. ഹരിഹരൻ നാക്ക് പിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു. എന്നാൽ ബാലന്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ സ്ത്രീ പീഡനം നടത്തിയ P ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കാരണഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ? സ്ത്രീകളുടെ സുരക്ഷയും അട്ടിപ്പേർ അവകാശവും നിങ്ങൾക്ക് ആരാണ് തന്നത്? ലവലേശം ഉളുപ്പുണ്ടോ? എന്റെ പൊന്നു മേയറമ്മേ, വെറുതെ കയറി ചെന്ന് പണി മേടിക്കേണ്ടായിരുന്നു.